മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക വാറിൻ്റെ സമാധാന ചർച്ചകൾ ഇപ്പോൾ ഇസ്ലാമാബാദിൽ നടക്കുകയാണ്. നടന്ന ചർച്ച താൽക്കാലികമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ 40 ദിവസമായി നടക്കുന്ന ഈ വാറിൽ ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത് എന്നത് പ്രസക്തമല്ല. എങ്കിൽ കൂടിയും ഈ യുദ്ധം കൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നേട്ടമുണ്ടായത് റഷ്യയ്ക്കും ചൈനയ്ക്കുമാണ്. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ സഫർ ചെയ്തു. അവരവരുടെ ആയുധങ്ങളൊക്കെ രഹസ്യമായിട്ട് ഇറാന് വിറ്റ് ധനസമ്പാദനം നടത്തി. സുഹൃത്തുക്കളെ, ഈ യുദ്ധത്തിലെ കണ്ടീഷൻസ് രണ്ടു കൂട്ടർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻസാണ്. ഇപ്പോൾ അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് പറയുന്നത് പ്രൊപ്പഗണ്ടയായി കൊണ്ടിട്ട് യുദ്ധം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ചില പ്രവൃത്തികളൊക്കെ നടക്കുകയാണ്. 10 പോയിൻറ്റ്സ് അമേരിക്ക പറയുന്ന പോയിൻറ്റ്സ് ഇറാൻ അംഗീകരിക്കുകയില്ല, ഇറാൻ്റെ പോയിൻറ്റ്സ് അമേരിക്ക അംഗീകരിക്കുകയില്ല. ഇതിൻ്റെ ഈ ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ യുദ്ധത്തിനിടയിൽ കിടന്ന് മറ്റുള്ള രാജ്യങ്ങൾ ഇക്കണോമിക്കലി ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയും ഒക്കെയാണ് കൂടുതൽ സഫർ ചെയ്യുന്നത്. ഇന്ത്യ വളരെ അധികം ബുദ്ധിമുട്ടായിട്ട് ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ ബിസിനസ് പങ്കാളികളായ അമേരിക്കയും ഇറാനെയും ഇസ്രായേലിനെയും ഒന്നും തള്ളിക്കളയാൻ നിവൃത്തിയില്ല. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ സ്ഥിതിയും അതുതന്നെയാണ്. പക്ഷേ അമേരിക്ക പുറകോട്ടില്ല. അമേരിക്ക കുറച്ച് പുറകോട്ട് പോയാൽ ഇസ്രായേൽ ഒട്ടും പുറകോട്ട് പോകാൻ താല്പര്യമില്ല. അവരുടെ പോയിൻറ്റ്സുകളെ പറ്റി നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ പോയിൻ്റ് ഇതാണ്: ഇറാന് ഒരു കാരണവശാലും യുറേനിയം സമ്പുഷ്ടീകരണം നടത്തി ന്യൂക്ലിയർ ബോംബുണ്ടാക്കാൻ സമ്മതിക്കുകയില്ല. ഇത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഒന്നാമത്തെ കണ്ടീഷനാണ്. ഈ കണ്ടീഷനിൽ, അതായത് ഇറാൻ 47 കൊല്ലം യുദ്ധം ചെയ്തു, പ്രോക്സി വാറും അല്ലാത്ത വാറുമൊക്കെ ആയിട്ട് ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ യുദ്ധം ചെയ്തു. ഇനി ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ന്യൂക്ലിയർ ആയുധ ശേഷി കൈവരിച്ചു കഴിഞ്ഞാൽ, അത് തീർച്ചയായിട്ടും ഇസ്രയേലിനും അമേരിക്കയ്ക്കും മറ്റ് മിഡിൽ ഈസ്റ്റിലെ ദുബായ്, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പ്രയോഗിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ഒരു യുറേനിയം എൻറിച്ച്മെൻറ്റിന് സമ്മതിക്കില്ല. യുദ്ധാവശ്യങ്ങൾക്കുള്ള യുറേനിയം സമ്പുഷ്ടീകരണത്തിന് സമ്മതിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഈ ഒന്നാമത്തെ കണ്ടീഷൻ ഇറാൻ പറയുന്നത്, ഞങ്ങൾ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ വേണ്ടിയാണ് ഞങ്ങൾ എൻറിച്ച്മെൻറ്റ്, യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതെന്നാണ് അവർ പറയുന്നത്. അത് വിശ്വസിക്കാൻ മറ്റുള്ളവരാരും ഇഷ്ടപ്പെടുന്നില്ല, അവരാരും താല്പര്യപ്പെടുന്നില്ല. എല്ലാവരും അങ്ങനെ തന്നെ പറയുള്ളൂ. ഞങ്ങൾ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ ആയുധങ്ങളും മേടിച്ചു കൂട്ടുന്നത്, എല്ലാം ഉണ്ടാക്കുന്നതെന്നാണ് എല്ലാവരും അവകാശപ്പെടാറ്. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഇത് നമ്മൾ ലോക ചരിത്രത്തിലും ഭൂലോക ചരിത്രത്തിലും കണ്ടിട്ടുള്ളതാണ്. എല്ലാം സമാധാന ആവശ്യം എന്നുള്ള മറവിൽ യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇൻ്റർനാഷണൽ സീ റൂട്ടായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് കടലിടുക്ക് അത് എല്ലാ രാജ്യങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അവിടെ ഒരാൾക്ക് തന്നെ ചുങ്കം പിരിക്കാം, ടോൾ ഗേറ്റ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്. അങ്ങനെ എത്രയോ കടലിടുക്കുകളുണ്ട് ലോകത്ത്. മലാക്ക കടലിടുക്ക്, നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള കടലിടുക്ക്, അവിടെ കൂടിയൊക്കെ, അതേപോലെ ഇംഗ്ലീഷ് ചാനൽ, ഡോവർ സ്ട്രേറ്റ്, ഇങ്ങനെ ഏതെല്ലാം കടലിടുക്കളുണ്ട്. ഇവിടെ കൂടിയൊക്കെ വേറെ ആരും പോകാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് അവിടെ ടോൾ തരണമെന്നും പറഞ്ഞ് കഴിഞ്ഞാൽ ലോക സമാധാനം എവിടെ പോകും? അപ്പം അതായത് പുരാതന കാലം മുതൽ അവിടെ ഉള്ളതാണ്. ഇത് ആരുടെയും കുത്തകയല്ല. ബിസിനസ് നടക്കണം, ലോകരാജ്യങ്ങൾക്ക് ജീവിക്കണം. സോ ഇറ്റ് ഈസ് നോട്ട്, അത് നടക്കുന്ന കാര്യമല്ല, അത് അംഗീകരിക്കുകയില്ല.
അപ്പോൾ ഇവിടുത്തെ സംഭവവികാസങ്ങൾ ഇങ്ങനെ മെയിനായിട്ടുള്ള കോർ ഇഷ്യൂകളിൽ ഇവരുടെ താല്പര്യങ്ങളിൽ തികച്ചും കോൺഫ്ലിക്റ്റാണ്. പിന്നെ എങ്ങനെ സമാധാനം ഉണ്ടാവും, സമാധാന ചർച്ച പുരോഗമിക്കും? പിന്നെ അമേരിക്ക ഇപ്പോൾ യുദ്ധം വെട്ടിക്കഴിഞ്ഞ് അമേരിക്ക മനസ്സിലായി ഇറാൻ ഒരു നിസ്സാരക്കാരനല്ല, ഇറാഖ് പോലെയല്ല, അല്ലെങ്കിൽ ചെറിയ രാജ്യങ്ങളെ പോലെയല്ല, അവർ ശക്തിമൊത്തമായ ഒരു രാജ്യമാണ്. 13-ാം നൂറ്റാണ്ട് മുതലുള്ള മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ, പേർഷ്യൻ സംസ്കാരത്തിൻ്റെ ശക്തി ഉൾക്കൊള്ളുന്ന ഷിയ സാമ്രാജ്യമാണത്. അവർ ലോങ് വാർ ചെയ്ത് ഇറാഖും ആയിട്ടൊക്കെ വാർ ചെയ്ത് നല്ല പരിചയസമ്പന്നരാണ്. അവരുടെ ആയുധശേഷി പരസ്യമായിട്ടും രഹസ്യമായിട്ടും മിസൈലും ബാലിസ്റ്റിക് മിസൈലുകളും ലോങ് റേഞ്ച് മിസൈലുകളും ഒക്കെ ധാരാളമുണ്ട്. അതിപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായ കാരണം എങ്ങനെയെങ്കിലും ഒന്ന് യുദ്ധം നിർത്തി തടി രക്ഷപ്പെടുത്താനാണ് അമേരിക്ക നോക്കുന്നത്. അമേരിക്കയിൽ തന്നെ യുദ്ധത്തിന് എതിരാണ്. അമേരിക്കയിൽ തന്നെ പോപ്പുമായിട്ട് ഇപ്പോൾ ട്രംപ് കോർത്തിരിക്കുകയാണ്. ട്രംപും അമേരിക്കക്കാരൻ, പോപ്പും അമേരിക്കക്കാരൻ. പക്ഷേ പോപ്പ് ഒരു നല്ല വചനം പറഞ്ഞു, സമാധാനം ഉണ്ടാകണമെന്ന് പറഞ്ഞു. സമാധാനം ഉണ്ടാകണമെന്നല്ലേ അവർ പറയുള്ളൂ. എങ്ങനെയാണെങ്കിലും അതിൽ ഇപ്പോൾ ഇറ്റലിയുമായിട്ടും പോപ്പുമായിട്ടും ഒക്കെ ട്രംപ് കൈകോർത്തിരിക്കുകയാണ്. ഇങ്ങനെ ഉള്ള ട്രംപിൻ്റെ ഈ ഒരു ഉറച്ച തീരുമാനമില്ലാത്ത സ്ഥിതി അമേരിക്കയിലെ കത്തോലിക്ക സഭേനെയും കത്തോലിക്ക മെമ്പേഴ്സിനെയും ട്രംപിനെതിരെ തിരിച്ചിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഭയപ്പാട് ഓൾറെഡി ട്രംപിനുണ്ട്. ഈ കാരണത്താൽ എങ്ങനെയെങ്കിലും ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി രക്ഷപ്പെടുക എന്നുള്ളതാണ് ട്രംപ് നോക്കുന്നത്. പക്ഷേ ഇറാൻ അടുക്കുന്ന ലക്ഷണം കാണുന്നില്ല. ഇറാൻ അവരുടെ കണ്ടീഷൻസ് ധാരാളമായി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൻ്റെ പൂർണ്ണ കൺട്രോൾ ഞങ്ങളുടെ വേണം എന്ന് പറഞ്ഞാൽ അത് ഒരു പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ദുബായ്, UAE, ബഹ്റിൻ, ഖത്തർ, സൗദി അറേബ്യ, മസ്കറ്റ്, ഈ മാതിരിയുള്ള രാജ്യങ്ങൾക്കൊന്നും, അതേപോലെ ഇന്ത്യക്കും മറ്റുള്ള രാജ്യങ്ങൾക്കൊന്നും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ സൂയസ് കനാൽ പോലെയും പനാമ കനാൽ പോലെയും വെരി ബിഗ് കോമ്പൻസേഷൻ, ഇങ്ങനെയുള്ള താരിഫ് അല്ലെങ്കിൽ ടാക്സ് കൊടുത്ത് ബിസിനസ് നടത്താൻ മറ്റുള്ള രാജ്യങ്ങൾ സമ്മതിക്കുകയില്ല. ഇങ്ങനെയാണ് അവിടുത്തെ അതിൽ തട്ടി ഇപ്പോൾ സമാധാന ഉടമ്പടി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയും ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ സമാധാന ഉടമ്പടിക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. ഇതിപ്പോൾ സർവനാശത്തിലേക്ക് ആധുനിക വാർ ഫൈറ്റിൽ ഇറാന് അമേരിക്കനോടും ഇസ്രായേലിനോടും ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിരപരാധികളായ മനുഷ്യജീവനാണ് നഷ്ടപ്പെടുക, രാജ്യം തന്നെ അപകടത്തിലാവും. അതേപോലെ ഈ ഒളിപ്പോരി യുദ്ധവും അല്ലാത്ത യുദ്ധവും വർഷങ്ങളോളം നീണ്ടു നിൽക്കും. അത് ലോക എക്കോണമിക്ക് തന്നെ തകരും. അതോടൊപ്പം എല്ലാവിധ ഇതിപ്പം ഓയിൽ മാത്രമല്ല, അതിൻ്റെ ഉപോൽപ്പന്നങ്ങളായ എല്ലാ വസ്തുക്കൾക്കും ഉരുക്ക്, ഇരുമ്പ്, പെട്രോ കെമിക്കൽസ്, വളങ്ങൾ, മിനറൽസ് എന്ന് വേണ്ട എല്ലാവിധ ബിസിനസ്സിനെയും ലോക സാമ്പത്തിക രംഗം തന്നെ താറുമാറാകും, കഷ്ടതയിലേക്ക് പോകും. പക്ഷേ അത് ഇപ്പം യുദ്ധം തുടങ്ങി വെക്കാൻ എളുപ്പമാണ്, ഇപ്പം നിർത്താൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയിലാണ് അതിപ്പോൾ അമേരിക്ക നടത്തിയ യുദ്ധങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇറാഖിൽ കണ്ടു, അഫ്ഗാനിസ്ഥാനിൽ കണ്ടു, വിയറ്റ്നാമിൽ കണ്ടു, വേറെ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിലെല്ലാം പോയിട്ടുള്ള യുദ്ധങ്ങൾ കണ്ടു. എല്ലാം അവസാനം ഇതേപോലെ നഷ്ടത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ആകത്തുകയിൽ അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ യുദ്ധം അവസാനിപ്പിച്ച് രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, യുദ്ധമല്ല നമുക്ക് വേണ്ടത്, സമാധാനമാണ്. മനുഷ്യൻ ഈ ലോകത്തൊരു വിസിറ്ററായിട്ട് ഈ ഭൂമിയിൽ വന്നു, കുറച്ചു കാലം ഇവിടെ സന്തോഷവും സമാധാനവും ഐശ്വര്യത്തോടും കൂടി ജീവിക്കുക. ജാതി മത വർഗം പറഞ്ഞ്, പഴയ പുരാണ പുസ്തകങ്ങളും പറഞ്ഞ് ഈ നേതാക്കന്മാർ പാവം ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ച് കൊല വിളിച്ച് പല കാരണങ്ങൾ ഉണ്ടാക്കി ഈ ഒരു ലോക സമാധാനത്തിന് ഭീഷണിയാകുന്നത് അഭിലഷണീയമല്ല. ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ന്യൂട്രലായിട്ട് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നു. യൂറോപ്യൻ യൂണിയനും അത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയും പേർഷ്യ, അതായത് ഇറാനുമായിട്ട് നൂറ്റാണ്ടുകളുടെ ബിസിനസ്സും പാരമ്പര്യവുമുണ്ട്. പേർഷ്യൻ്റെ ഉത്ഭവം തന്നെ ഇന്ത്യയിലെ പുസ്തകങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വേദങ്ങളിൽ നിന്നുമാണെന്നാണ് അവർ പറയുന്നത്. അത്രയും
പേർഷ്യൻ ലാംഗ്വേജ് തന്നെ ഉണ്ടായിരിക്കുന്നത് വേദങ്ങളിൽ നിന്നാണെന്നാണ് പറയുന്നത്. സംസ്കൃതമാണ് ഇതിവൃത്തം എന്നാണ് പറയുന്നത്. അങ്ങനെ അത് തന്നെയല്ല, ബിസിനസ് പരമായിട്ടും യുദ്ധസമയത്തും അല്ലാതെയും അമേരിക്കയുടെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യയുമായിട്ടുള്ളൊരു സൗഹൃദ രാജ്യമായിട്ടാണ് ഇറാൻ നിലനിന്നത്. ഇപ്പോഴും അതാണ് താനും. അതേപോലെ ഇത് യൂത കൺട്രിയായിട്ടും ഇസ്രയേലുമായിട്ടും ഇന്ത്യക്ക് നല്ല ബന്ധമുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ എടുക്കുന്ന ന്യൂട്രൽ സ്റ്റാൻഡാണ്, ലോകസമാധാനം, യുദ്ധം നിർത്തുക എന്നുള്ള സ്റ്റാൻഡാണ് ഏറ്റവും നല്ലത്. ഇതിനകത്ത് റഷ്യയും ചൈനയും ഏത് രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ ഇപ്പോൾ സംശയാസ്പദമാണ്. എങ്ങനെയാണെങ്കിലും ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നത് ശരിയല്ല. ഏതെങ്കിലും തരത്തിൽ ഒരു സമാധാന ഉടമ്പടി ഉണ്ടായി ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ സമാധാനവും സഹവർത്തിത്വവും ഉണ്ടാകണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായവും ആഗ്രഹവും. പക്ഷേ ഇറാൻ്റെ കടുപിടുത്തമാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത്. അമേരിക്കയും ഇസ്രയേലും കടുംപിടുത്തത്തിലാണ്. ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും അവരെ ഇല്ലായ്മ ചെയ്യുകയാണ് ഞങ്ങളുടെ 47 കൊല്ലമായിട്ടുള്ള ലക്ഷ്യം എന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംഗതി സമാധാനത്തിലേക്ക് പോകൽ ബുദ്ധിമുട്ടാണ്. ഇന്നസെൻ്റായ പാവങ്ങളായ ജനതയാണ് നശിക്കപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്. അത് രണ്ട് സൈഡിലും ഉണ്ടാവും. ഇപ്പോൾ മനുഷ്യന് ജാതി, മത, വർണ്ണ, ഗോത്രം എല്ലാം പറഞ്ഞ് മരണത്തിലേക്കും നാശത്തിലേക്കുമല്ല ഈ മതങ്ങൾ മനുഷ്യരാശിയുടെ രക്ഷയ്ക്കാണ്. മതങ്ങൾ ഒരു മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. സ്വന്തം സഹോദരങ്ങളെ ജാതി, മത, വർഗ, ഗോത്ര ഒക്കെ പറഞ്ഞ് തമ്മിൽ അതിമാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് കൊന്നു കരിച്ചു കളയുന്ന സിദ്ധാന്തം ഏതു മതത്തിലാണുള്ളത്? മതം മനുഷ്യൻ്റെ നന്മയ്ക്കാണ് എന്നാണ് യഹൂദമതം പഠിപ്പിക്കുന്നത്. മതം നന്മയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഈ പ്രാചീന മതം എല്ലാം വന്നിരിക്കുന്നത് ഒരു മതത്തിൽ നിന്നാണ്, വേദങ്ങളിൽ നിന്നാണ്. ഈ വേദങ്ങളിൽ നിന്ന് തന്നെയാണ് പ്രാചീനമായ യഹൂദമതവും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും എല്ലാം വന്നിരിക്കുന്നത്. മതം സാഹോദര്യമാണ്, നന്മയാണ്, മനുഷ്യ പുരോഗതിക്ക് വേണ്ടിയാണ് വേണ്ടത്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.